നമ്മൾ ചൂടുവെള്ളത്തിൽ വീണ തവളയാണ്. നമ്മള് അങ്ങനെ ഒരു തവളയുടെ കാര്യം അറിയാലോ. നമസ്കാരം. മറ്റുള്ള തവളകളിൽ നിന്നും തീർത്തും വ്യത്യസ്തമാണ് ഗ്ലാസ് ഫ്രോഗ് അഥവാ ഗ്ലാസ് തവള. ഈ തവളയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ആന്തരിക അവയവങ്ങൾ സുതാര്യമായി എല്ലാവർക്കും കാണാൻ കഴിയും. ഗ്ലാസ് ഫ്രോഗ് എന്നറിയപ്പെടുന്ന ചെറിയ ഇനം തവളയാണിത്. ഈ തവളകളുടെ ശരീരത്തിൻ്റെ അടിഭാഗം അർത്ഥസുതാര്യമാണ്. തവളയുടെ ഹൃദയം മിടിക്കുന്നതും ആമാശയത്തിൽ ഭക്ഷണം ദഹിക്കുന്നതും കരളും മറ്റ് അവയവങ്ങളും എല്ലാം നമുക്ക് കാണാം. ഇത് വംശനാശ ഭീഷണി നേരിടുന്ന ഒരുതരം തവളയാണ്. കമ്മികളുടെ കിണർഗോലു എന്നറിയപ്പെടുന്ന കിണറേഷ് മോൻ തവളയുടെ കഥ പറഞ്ഞപ്പോഴാണ് ഈ തവളയെ ഓർമ്മ വന്നത്. ഈ ഗ്ലാസ് തവളയെപ്പോലെ കമ്മികളുടെ ഹൃദയം മിടിക്കുന്നതും ആമാശയത്തിൽ ചിലതൊക്കെ ദഹിക്കാതെ കിടക്കുന്നതും എല്ലാം ഇപ്പോൾ ജനത്തിന് നേരിട്ട് കാണാൻ കഴിയുന്നുണ്ട്. നാക്കുകൊണ്ട് ഇരപിടിച്ചാണല്ലോ തവളവർഗം കഴിഞ്ഞുകൂടുന്നത്. പന്നിമൂക്കൻ തവള മുതൽ പാതാള തവള വരെ ഏതെല്ലാം തരത്തിലുള്ള തവളകളാണ് ഉള്ളത്. നികേഷ് കുമാർ പറഞ്ഞ കമ്മ്യൂണിസ്റ്റ് തവളകളാണ് ഈ ചൂടുവെള്ളത്തിൽ വീണ അവസ്ഥയിൽ കഴിയുന്നത്. താഴേന്ന് തീയിട്ട് വരികയാണ്. അതുകൊണ്ട് പാത്രത്തിന് പുറത്തേക്ക് ചാടി പെട്ടെന്ന് രക്ഷപ്പെടാൻ കഴിയുന്നുമില്ല. തെരഞ്ഞെടുപ്പ് കാലമാകുമ്പോൾ കിണറ്റിലിറങ്ങി വെള്ളം കോരുന്ന ഒരു കൂപ മണ്ടൂകമാണ് ഈ കിണറേഷ് മോന്. നികേഷ് കുമാറിൻ്റെ ഒരൊറ്റ പ്രസംഗം കേട്ടാൽ മതി സകല DYFIക്കാരും CPMകാരും ഗ്യാസ് പോയ അവസ്ഥയിലാകും. 2031 ആരും കണക്കാക്കണ്ട. 2029 എന്ന 3 വർഷം മാത്രം കണക്കാക്കിയാൽ മതി. കാരണം എന്താ, ഈ 29 ഇങ്ങനെയാണ് കാര്യങ്ങൾ പോകുന്നതെങ്കിൽ റിസൾട്ട് ഞാൻ ഇപ്പൊ പറഞ്ഞുതരാം. നികേഷ് കുമാർ പ്രവചിച്ചതും പ്രവർത്തിച്ചതും ഒന്നും പാഴായിട്ടില്ല. തത്വചിന്തകനായ തോമസ് കാർലൈൻ തൻ്റെ എതിരാളിയെപ്പറ്റി പറഞ്ഞത് അവനൊരു തവളയാണെന്നും ഓടയിൽ കിടന്ന് വിസർജിക്കുന്നവനാണെന്നുമാണ്. നികേഷ് കുമാറിൻ്റെ ഈ പ്രസംഗം കേട്ടപ്പോൾ ഈ തവളയാണ് ഓർമ്മ വന്നത്. തെരഞ്ഞെടുപ്പിൽ തോറ്റു തുന്നമ്പാടി നിൽക്കുന്ന ഈ സമയത്ത് എന്തിനാണ് ഈ നികേഷ് കുമാർ ഇങ്ങനെ ഒരു ബ്രഹ്മാണ്ഡ പ്രസംഗം നടത്തിയത്? ഒരു ചൂടുവെള്ളത്തിലേക്ക് തവളയെ പെട്ടെന്ന്, തിളക്കുന്ന വെള്ളത്തിലേക്ക് തവളയെ പെട്ടെന്ന് തവള പെട്ടെന്ന് ചാടും. നമ്മള് ഒരു തണുത്ത വെള്ളത്തിലുള്ള തവളയാണ്. ആ തവളയുടെ അടിയിൽ ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് തീ. ആ തവളയാണ് നമ്മള്. എന്തൊക്കെ ഭാവഹാവാദികളാണ് ഈ മനുഷ്യൻ നടത്തുന്നത്? ഇതൊക്കെ കേൾക്കുമ്പോൾ ഓർമ്മ വരുന്നത് ദാർശനികനായ വിജയൻ മാഷിൻ്റെ വാക്കുകളാണ്. കുറച്ചു കഴിയുമ്പോഴും പാർട്ടി ഉണ്ടാവും, അണികളുണ്ടാകില്ല. ഈ നികേഷ് മോൻ്റെ PR വർക്കുകളാണ് ഇടതുപക്ഷ സർക്കാരിനെ ഇത്രയേറെ നിലംപരിശാക്കിയത്. എന്നിട്ടും ഇയാൾ മെരുങ്ങുന്ന ലക്ഷണമല്ല. ഈ കിണറേഷ് കുമാറിനെ ഇനിയും ഇതേപടി നിലനിർത്തുന്ന പക്ഷം വരാൻ പോകുന്ന 2031 തെരഞ്ഞെടുപ്പിൽ CPM 5-10 സീറ്റിൽ ഒതുങ്ങിയേക്കും. ഈ മനുഷ്യൻ്റെ ഈ പ്രസംഗം വല്ലതും സാധാരണ മനുഷ്യൻ്റെ ഹൃദയത്തിലോ തലച്ചോറിലോ സ്പർശിക്കുന്നതാണോ? കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് LDF അല്ലാതെ മറ്റാരുണ്ട് എന്ന പരസ്യവാചകം എഴുതിയത് സത്യത്തിൽ ആരായിരുന്നു? ബ്രിട്ടാസ് ആണോ ഈ നികേഷ് കുമാർ ആണോ? ഒരർത്ഥത്തിൽ മാധ്യമരംഗത്ത് ഇന്നീ കാണുന്ന നെറികേടുകളെല്ലാം തുടങ്ങി വച്ചത് ഈ നികേഷ് കുമാറാണ്. പ്രേക്ഷകന്റെ അത്താഴപാത്രത്തിൽ ചെളിയും തുപ്പലും തെറിപ്പിക്കുന്ന അന്തിച്ചർച്ചകൾ ഇദ്ദേഹത്തിൻ്റെ മഹത്തായ ഒരു സംഭാവനയാണ്. ഇന്ത്യ വിഷൻ എന്നൊരു ചാനൽ തുടങ്ങി മുസ്ലിം ലീഗിൻ്റെ നേതാവായ മുനീറിൻ്റെ ജീവിതവും രാഷ്ട്രീയ ഭാവിയും തകർത്ത് കളഞ്ഞത് ഈ മനുഷ്യനാണ്. ആ മനുഷ്യനെ കടക്കെണിയിലാഴ്ത്തിയിട്ടാണ് ഇയാൾ അവിടുന്ന് സ്ഥലം വിട്ടത്. ഇന്ത്യ വിഷൻ തകരും മുമ്പ് അവിടുന്ന് ചാടി റിപ്പോർട്ടർ എന്നൊരു ചാനൽ തുടങ്ങി. മുടക്കിയതിൻ്റെ ഇരട്ടിയിലധികം കാശിന് ഭൂലോക ഉടായിപ്പുകാരനായ ഒരു മരക്കള്ളന് ആ ചാനൽ മറിച്ചു വിറ്റു. ഇടതുപക്ഷം വീണ്ടും ഭരണത്തിൽ വന്നതോടെ വലിയ പ്രതീക്ഷകളായി നികേഷിന്. ശിഷ്യഗണങ്ങളെയെല്ലാം അന്തംകമ്മികളായി മാറ്റി തൻ്റെ മാധ്യമ പ്രവർത്തനം അവസാനിപ്പിച്ച് നികേഷ് കുമാർ പടിയിറങ്ങി. ഈ തെരഞ്ഞെടുപ്പിൽ കണ്ണൂരിൽ എവിടെയെങ്കിലും നിന്ന് മത്സരിക്കുമെന്നായിരുന്നു പ്രതീക്ഷിച്ചത്. പക്ഷേ പാർട്ടി നികേഷ് കുമാറിന് സീറ്റ് കൊടുത്തില്ല. പകരം സൈബർ വിഭാഗത്തിന് ചുമതലകൾ നൽകി കണ്ണൂർ ജില്ലയിലെ പ്രത്യേകം ക്ഷണിതാവാക്കി. അതെന്തായാലും നികേഷ് കുമാർ ഗംഭീരമായി നിർവഹിച്ചു. VD സതീശനെതിരെയുള്ള നുണപ്രചാരണത്തിൻ്റെ എല്ലാം ചുക്കാൻ പിടിച്ചത് ഈ കിണറേഷ് മോനായിരുന്നു. അദ്ദേഹത്തെ നുണയൻ എന്ന് ആവർത്തിച്ച് വിളിച്ച് വിശ്വസിക്കാൻ കൊള്ളാത്തവനാക്കി തീർക്കാനായിരുന്നു ശ്രമം. പക്ഷേ ജനം നുണറായി എന്ന് തിരിച്ചു വിളിച്ച് പിണറായി വിജയനെയും പാർട്ടിയെയും എടുത്ത് നിലത്തടിച്ചു. ഈ നികേഷ് കുമാർ എവിടെയെങ്കിലും പൊതുവേദിയിൽ പ്രസംഗിച്ചാൽ ഒന്നുകിൽ ജനം ഇറങ്ങി ഓടും, അല്ലെങ്കിൽ പ്രസംഗിക്കുന്നതിൻ്റെ വിപരീത ഫലം അനുഭവപ്പെടും. MV രാഘവൻ ഒരിക്കൽ പറഞ്ഞത് എനിക്കെതിരെ പല വാർത്തകളും പടച്ചുവിടുന്നത് മകൻ്റെ ചാനലാണെന്നായിരുന്നു. എനിക്കൊരു കേസിൽ സമൻസ് വന്നപ്പോൾ അവൻ പറഞ്ഞത് കുറ്റപത്രം കൊടുത്തു എന്നാണ്.
അത്രയ്ക്ക് വിവരമേ ഉള്ളൂ സ്വന്തം മകനെന്ന് അച്ഛൻ തന്നെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. രമേശ് ചെന്നിത്തല പ്രതിപക്ഷ നേതാവായിരിക്കുന്ന സമയത്ത് റിപ്പോർട്ടർ ചാനലിൽ അദ്ദേഹം ഒരു ചർച്ചയിൽ പങ്കെടുത്തു. AK ആന്റണിയുടെ മകൻ പാർട്ടിയെ ചതിച്ച് BJP ആയതിനെപ്പറ്റിയാണ് പരിഹാസത്തോടെ നികേഷ് കുമാർ പറഞ്ഞത്. അതിന് മറുപടിയായി രമേശ് ചെന്നിത്തല പറഞ്ഞത് അച്ഛൻ്റെ രാഷ്ട്രീയം തന്നെ മക്കൾ പിന്തുടരണമെന്നില്ല എന്നാണ്. സാധ്യതകളുള്ള പാർട്ടി ഏതാണോ അതിലേക്ക് പോകുന്നു, അതല്ലാതെ പ്രത്യയശാസ്ത്രമൊന്നും പ്രശ്നമല്ല എന്നുള്ള നിലയിലേക്ക് ചെറുപ്പക്കാരും മാതാപിതാക്കളും ഒക്കെ വിചാരിച്ചു തുടങ്ങിയ എന്താ അവസ്ഥ നമ്മുടെ നാട്ടിലെ? സ്വന്തം പിതാവിനെ അപകടപ്പെടുത്താനും ക്രൂരമായി വധിക്കാനും ശ്രമിച്ച CPM-നൊപ്പമല്ലേ അദ്ദേഹത്തിൻ്റെ മകൻ നികേഷ് കുമാർ നിൽക്കുന്നത് എന്നും അദ്ദേഹം ചോദിച്ചു. അല്ല, എന്നാലും MV രാഘവനോട് CPM കാണിച്ച ക്രൂരതകൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് അവിടെ പോകാൻ പറ്റുന്നതെന്ന് ആരെങ്കിലും ചോദിച്ചാൽ അവരെ കുറ്റപ്പെടുത്താൻ കഴിയുമോ? അതോടെ നികേഷിൻ്റെ പിരിവിട്ടി. ഒട്ടും ബുദ്ധിയോ വിവേകമോ ചിന്തയോ ഇല്ലാത്ത മന്ദത ബാധിച്ചൊരു തലയാണിപ്പോൾ നികേഷ് കുമാറിൻ്റേത്. ചൂടുവെള്ളത്തിൽ വീണ പൂച്ച പച്ചവെള്ളം കണ്ടാലും ഭയക്കുമെന്നൊരു പഴമൊഴി നമ്മൾ കേട്ടിട്ടുണ്ട്. പൊട്ടക്കിണറ്റിലെ തവള എന്നും കേട്ടിട്ടുണ്ട്. പക്ഷേ ചൂടുവെള്ളത്തിൽ വീണ തവള എന്ന പ്രയോഗം ആദ്യമായിട്ട് കേൾക്കുകയാണ്. വല്ല കള്ളുഷാപ്പിലും കറി വെക്കാൻ പിടിച്ചിട്ടതായിരിക്കും. മാർക്സിസ്റ്റുകാരെ നാട്ടിൻപുറത്ത് പണ്ട് മാക്രികൾ എന്ന് വിളിക്കുമായിരുന്നു. അത് വെച്ച് തവള എന്ന് പ്രയോഗിച്ചതാണോ ആവോ? എന്തായാലും AKG സെൻറ്ററിലിരുന്ന് ഗോവിന്ദൻ കവടിപ്പലക നിരത്തി ഭാവി പ്രവചിക്കുന്നതിന് മുമ്പ് തന്നെ കിണറേഷ ഭാവി പ്രവചിച്ചു കളഞ്ഞു. കമ്മികളുടെ മൂട്ടിൽ തീയിട്ട് കളഞ്ഞു കിണറേഷ്. ഇതുപോലെയാണ് കാര്യങ്ങൾ പോകുന്നതെങ്കിൽ 3 വർഷം കൊണ്ട് തന്നെ CPM-ൻ്റെ കഥ കഴിയുമെന്നാണ് നികേഷ് കുമാർ പ്രവചിച്ചിരിക്കുന്നത്. ഇതുപോലെയുള്ള മണ്ടന്മാർ പ്രസംഗിക്കുന്നത് കേൾക്കാൻ ഇപ്പോഴും ജനം മുമ്പിലിരിക്കുന്നല്ലോ എന്നുള്ളതാണ് അത്ഭുതം. EMS-ൻ്റെ ലോകം എന്ന സെമിനാറിലാണ് ഇപ്പോൾ സഖാക്കൾ ഇങ്ങനെ ഓരോന്ന് തട്ടിമൂളിക്കുന്നത്. നികേഷ് കുമാർ പറയുന്നതിനനുസരിച്ച് നോക്കുകയാണെങ്കിൽ 2031 തെരഞ്ഞെടുപ്പിൽ CJP മുന്നണി ഇവിടെ പ്രാവർത്തികമാകാനാണ് സാധ്യത. ഒന്നുകിൽ കമ്മ്യൂണിസ്റ്റ് ജനതാ പാർട്ടി അല്ലെങ്കിൽ NDA-യിലെ ഒരു ഘടകകക്ഷിയായി CPM ചുരുങ്ങും. നികേഷിൻ്റെ പ്രവചനം ശരിയാണെങ്കിൽ 3 വർഷം കഴിയുമ്പോൾ വെള്ളം വെട്ടി തിളയ്ക്കും. അതിനകത്ത് വീണ മാർക്സിസ്റ്റ് തവളകൾ ചാവും. പിന്നെ പാർട്ടിയും കാണില്ല, പിണറായി വിജയനും കാണില്ല, AKG സെൻറ്ററും കാണില്ല. ആരെയും അമ്പരപ്പിക്കുന്ന ബുദ്ധിജീവികളായി ഇപ്പോൾ പാർട്ടിയെ നയിച്ചുകൊണ്ടിരിക്കുന്നത് ഈ നികേഷും ബ്രിട്ടാസും റഹീമും പിന്നെ നമ്മുടെ പൂമരനുമാണ്. MV രാഘവൻ അവസാന കാലത്ത് അബോധാവസ്ഥയിലാണ് കഴിഞ്ഞുകൂടിയത്. വർഗശത്രുവും വർഗവഞ്ചകനും കുലംകുത്തിയുമായ MVR-നെ അന്ന് പിണറായി വിജയൻ കാണാൻ ചെന്നു. തൻ്റെ മുമ്പിലിരിക്കുന്നത് താടി വെച്ച മാർക്സാണോ പൂണൂലിട്ട നമ്പൂതിരിയാണോ എന്നൊന്നും MV രാഘവൻ തിരിച്ചറിഞ്ഞില്ല. അതിനുശേഷമാണ് നികേഷ് കുമാറിന് പിണറായി വിജയനോടും പാർട്ടിയോടും അടുപ്പം തോന്നി തുടങ്ങിയത്. വർഗവഞ്ചകൻ്റെ ഒരു വിത്ത് തങ്ങളോടൊപ്പം വേണമെന്ന് പാർട്ടി തീരുമാനിച്ചു. പാർട്ടിയിൽ നിന്നും പുറത്താക്കിയപ്പോൾ കോൺഗ്രസിൽ അഭയം തേടിയത് കൊണ്ട് മാത്രമാണ് MV രാഘവൻ സ്വാഭാവിക മൃത്യുവിന് കീഴടങ്ങിയത്. പ്രാകൃതമായ രീതിയിൽ പന്തവും കൊളുത്തി അട്ടഹാസവും മുഴക്കി തൻ്റെ വീടിൻ്റെ മുകളിൽ മണ്ണെണ്ണ ഒഴിച്ച് തീ കൊളുത്തി ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച CPM-കാരെ പറ്റി പറഞ്ഞപ്പോൾ അന്നൊരു ചാനൽ ചർച്ചയിൽ MV രാഘവൻ്റെ കണ്ടം ഇടറിയത് നമ്മൾ കണ്ടതാണ്. പഴയ ചരിത്രങ്ങളും രാഷ്ട്രീയവും ഒന്നും അറിയാതെ താനെന്തോ മഹാനായ കമ്മ്യൂണിസ്റ്റുകാരനാണെന്നും ബുദ്ധിജീവിയാണെന്നും ഭാവിച്ചുകൊണ്ട് നികേഷ് കുമാർ ഇറങ്ങിയിരിക്കുകയാണ് വിപ്ലവം തിരിച്ചു പിടിക്കാൻ. എന്തായാലും ഒന്നു മാത്രം ഓർമ്മയിലിരുന്നാൽ മതി, കമ്മികളെ, നിങ്ങൾ വെന്തു ചാവാൻ പോവുകയാണ്. പറ്റുമെങ്കിൽ അടുത്ത കണ്ടം വഴി ഓടി രക്ഷപ്പെടുക.